സെലുട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ഈ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന സർവകലാശാല ടൗൺഷിപ്പുകൾ, ആ പദ്ധതിയിലേക്ക് 5 മറ്റാണ് പ്രഖ്യാപിച്ചേക്കുന്നത്. അതിൽ തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. എന്താണ് ഈ പദ്ധതി? അതിൻ്റെ സാധ്യത കേരളത്തിൽ എത്രത്തോളം ഉണ്ട്? പ്രമാദം, എനിക്ക് തോന്നുന്നത് നമ്മുടെ മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ട് അതിനകത്തൊരു ശ്രദ്ധ കൊടുത്തില്ല എന്ന് തോന്നുന്നു. ഒരു വലിയ പദ്ധതിയാണ്. നമ്മളിപ്പോ കേരളത്തിലെ എയിംസ് വരുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വാർത്തയ്ക്കുള്ള ഒരു പ്രാധാന്യം പോലും നമ്മൾ ഇതിന് കൊടുത്തില്ല എന്ന് തോന്നുന്നു. അതിന്റെ സാധ്യത മനസ്സിലാക്കാഞ്ഞിട്ടാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ BJP-യുടെ പ്രഖ്യാപനം ആയതുകൊണ്ടാണോ എന്നുള്ളത്. ഇപ്പൊ എയിംസ് പ്രഖ്യാപിച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ നമ്മൾ നടക്കുന്നുണ്ടല്ലോ. അതിനെക്കാട്ടിലൊക്കെ എത്ര ബൃഹത് പദ്ധതിയാണെന്നറിയാമോ? അതായത് സംസ്ഥാനത്തിന്റെ വികസനം ഏതാണ്ടൊരു നൂറ്റാണ്ടിന്റെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളൊരു വലിയ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ്. അത് കേട്ടിട്ടുണ്ടോ? നമ്മൾ പോലും അല്ലേ, എനിക്ക് പോലും ആദ്യം ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പിന്നീട് നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ്. നമ്മൾ സാധാരണഗതിയിലെ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് അത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ വ്യാവസായികമായ ഒരു ടൗൺഷിപ്പ്, വ്യവസായങ്ങൾക്ക് വേണ്ടി ടൗൺഷിപ്പ് പണിയുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് ടൗൺഷിപ്പ്, അത് നമുക്കറിയാം. അല്ലെങ്കിൽ എക്കണോമിക് കോറിഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് ഒരു ടൗൺഷിപ്പ് വരുന്നു, യൂണിവേഴ്സിറ്റികളുടെ ഒരു ടൗൺഷിപ്പ് വരുന്നു. അതൊരു വലിയ വാർത്തയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്ര സർക്കാർ, പ്രേമനന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ 5 സംസ്ഥാനങ്ങൾക്കാണ് ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങൾ 19-20 സംസ്ഥാനങ്ങൾ അവരുടെ ഉണ്ട്, ഭരണമുള്ള സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ ഭരണമില്ലാതാണ്. ഇപ്പൊ സൗത്തിൽ അവർക്ക് വലിയ സ്വാധീനമില്ലാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഇപ്രാവശ്യമാണ് 3 സീറ്റെങ്കിലും അവിടെ കിട്ടിയത്. നേരത്തെ മുമ്പ് ഒരു സീറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സൗത്തിലൂടെ ഒരു വലിയ പരിഗണന അവർ കൊടുത്തിരിക്കുകയാണ്. അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളം ഏതാണ്ട് BJP-യുടെ റഡാറിലായി കഴിഞ്ഞു. റഡാറിൽ ആണ് അത്. ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 24-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ. സുരേഷ് ഗോപിയെ തൃശ്ശൂരിലിറക്കി അവിടെ വിജയിപ്പിച്ചതടക്കം അത് പ്രധാനമന്ത്രി നേരിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതോടുകൂടിയാണ് ഈ BJP തൊട്ടുകൂടാത്ത ഒരു കക്ഷിയാണ്, തൊട്ടുകൂടായ്മ ഉള്ളൊരു കക്ഷിയാണ്. തീണ്ടാപ്പാട് അകലെ നിർത്തണമെന്നൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിലെ 2 മുന്നണികളുടെ ഇടയിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ചു കയറുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ കേരള അസംബ്ലി ഇലക്ഷൻ നടന്നത്. അസംബ്ലി ഇലക്ഷൻ നടന്ന സമയത്തും 3 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി അടക്കം മുരളീധരൻ അടക്കം, അതേപോലെ ചാത്തന്നൂർ MLA അടക്കം 3 പേരാണ് അവിടെ ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ ഇനി വളരെ ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഈ വലിയ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പിനെ വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു വലിയ പദ്ധതിയാണ്. അതായത് വിദ്യാഭ്യാസം, സർവകലാശാലകളുടെ ഒരു വലിയ ഏകീകരണമാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ സർവകലാശാലകളല്ല, ലോകത്തെ ഉന്നത നിലവാരമുള്ള സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇതിനകത്തുണ്ടാവും. അതാണ് ഇപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് അതിന്റെ ഏതാണ്ട് ഒരു ചെറിയ മിനി രൂപം വന്നിട്ടുണ്ട്. നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു മിനി രൂപം കോഴിക്കോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഇത് കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് നന്നായിട്ട് ഫൈനാൻസ് ചെയ്യും, നന്നായിട്ട് പണം മുടക്കുന്നതാണ്. അതുപോലെ കേരള സർക്കാരും മുടക്കണം കേട്ടോ. കേരള സർക്കാർ മുടക്കണം, ഇതിനകത്ത് സ്ഥലം കണ്ടെത്തി കൊടുക്കണം. ക്യാമ്പസിന് വലിയ സംവിധാനങ്ങൾ വേണമല്ലോ. ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നതാണ്. ഒരുപക്ഷെ വിദേശത്തു നിന്നുള്ളവരും വരാം. ഇപ്പൊ പറഞ്ഞ മറ്റേ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പോലും വന്ന് താമസിക്കത്തക്ക എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വേണ്ടിവരുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇതിനകത്തിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ഡ്രെയിൻ, അതായത് നമ്മുടെ കുട്ടികളുടെ, യുവാക്കളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക്. ഇപ്പൊ നേരെ നമ്മുടെ +2 കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കുട്ടിയാ കേരളത്തിൽ നിൽക്കുന്നത്? എന്തെങ്കിലും മാർഗമുള്ളവർ പണം കൊടുത്തു പോകും. മാർഗമില്ലാത്തവർ വീടാണെങ്കിൽ പണയപ്പെടുത്തിയിട്ട്, വീട് പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ഏതെങ്കിലും സർവകലാശാലയിൽ പോയി വിദേശത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവർ രക്ഷപ്പെടുകയാണ്. പിന്നീട് അവരറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നുമില്ല. അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഈ പോകുന്നതിലെ ഒരു നല്ല ശതമാനം ആളുകളും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുമില്ല. അങ്ങനെ യുവാക്കളുടെ ഒരു ഒഴുക്ക് കേരളത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ കൺസേൺ ഉണ്ടായിരുന്നു, വളരെ കൺസേൺ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനൊന്നും ഇല്ലായിരുന്നു. നിലവിൽ കേരളം ഭരിച്ചിരുന്ന ഒരു രണ്ട് മുന്നണികളും അങ്ങനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ ചില പ്രസ്താവന നടത്തും. കാരണം അവർക്ക് പ്രകടനം നയിക്കാനും ജാഥ നയിക്കാനും അക്രമം നടത്താനും ഒക്കെ ആളും വേണമല്ലോ. അപ്പൊ നമ്മുടെ ക്യാമ്പസുകളും അത്തരത്തിലായി. ക്യാമ്പസുകളുടെ പ്രവർത്തനം അങ്ങനെ തന്നെയായല്ലോ. ഇപ്പം പ്രധാനപ്പെട്ട ഏത് കോളേജിലാണ് കുട്ടികളുള്ളത്? കുട്ടികളാരും ഇവിടെ നിൽക്കത്തില്ല. അവര് പറഞ്ഞ നല്ല വിദ്യാഭ്യാസം തേടി അവര് പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. ആ ഒഴുക്ക് നിയന്ത്രിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, വളരെ ബോധത്തോടു കൂടി, എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ഇതിന്റെ ഈ ഐഡിയയുടെ പുറകിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അതിപ്പോഴല്ല. അദ്ദേഹം 2024 പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കുന്ന കാലത്ത്, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സമയത്ത് ഈ ആശയം മുന്നോട്ട് വെച്ച അദ്ദേഹമാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇത്തരത്തിലുള്ള ടൗൺഷിപ്പ് കേരളത്തിൽ കൊണ്ടുവരാം. അത് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത് IT-യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അതെല്ലാം അത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നെ തിരുവനന്തപുരത്ത് ഒന്ന് ജയിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് ഒന്ന് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു കുട്ടിയും തൊഴിൽ തേടി വിദേശത്തേക്കോ അല്ലെങ്കിൽ ഈവൻ ബാംഗ്ലൂരിലേക്ക് പോലുമോ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോലും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ, അതേ ശമ്പളത്തോടു കൂടിയ, ഒരു പക്ഷെങ്കിൽ അതിനെക്കാട്ടി മികച്ച നിലയിലുള്ള സംവിധാനങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഒരുക്കാം. തിരുവനന്തപുരത്ത് ഒരു ടെക്നോ പാർക്ക് തന്നെയല്ല, അതിന്റെ അനുബന്ധമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരുക്കി കൊടുക്കാമെന്ന് അദ്ദേഹം ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അത് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല മത്സരമായിരുന്നു. കുറെ പേരത് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരം 7 പാർലമെന്റ് അസംബ്ലി മണ്ഡലങ്ങളല്ലേ വരുന്നത്. അതിനകത്തിൽ തന്നെ 4 അസംബ്ലി മണ്ഡലങ്ങളില്ല, ടൗണിനോട് ചേർന്ന് കിടക്കുന്ന 4 അസംബ്ലി മണ്ഡലങ്ങൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നു. പക്ഷേ കോസ്റ്റൽ ഏരിയയിലാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാതെ പോയി. അങ്ങനെയാണ് 15,000-ഓളം വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ തോറ്റുപോകുന്നത്. ശശി തരൂരിനോട് തോറ്റുപോകുന്നത്. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഒരു പക്ഷെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അന്ന് ജയിച്ചിരുന്നുവെങ്കിൽ, MP ആയിരുന്നെങ്കിൽ ഇത് അന്നേ വന്നേനെ. കാരണം ഇത് IT മന്ത്രിയായിരുന്നല്ലോ. അന്ന് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് രാജ്യസഭയിൽ, കർണാടകത്തിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിൽ വരുന്നത്. നമ്മുടെ അന്നത്തെ മന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും മികച്ച IT മിനിസ്റ്ററുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ഞാനത് മലയാളിയാണ്, KPP നമ്പ്യാരുടെ സണ്ണിലോയാണ്. ആ പശ്ചാത്തലങ്ങളൊക്കെ അറിയാമല്ലോ. കെൽട്രോൺ ആദ്യമായിട്ട് ടെലിവിഷൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ലോഞ്ചിങ് ഒരു മാൻ എന്ന് പറയാവുന്ന KPP നമ്പ്യാരുടെ. കേരളത്തിലും കെൽട്രോണിന്റെ സ്ഥാപകൻ അദ്ദേഹമായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. വലിയ ടെക്നോക്രാറ്റ് എന്ന് പറയും നമ്മൾ, അങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹം. ഇപ്രാവശ്യം അങ്ങനെയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പഴയ സമ്പ്രദായത്തിലുള്ള നേതാക്കന്മാരായിരുന്നു BJPക്ക് സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം വരുത്താൻ പറ്റാഴികയാണോ എന്താണെന്നറിയത്തില്ല. BJPക്ക് ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെ നമ്മൾ ലാപ്ടോപ്പ് എന്നാണ് വിളിക്കുന്നത്. ലാപ്ടോപ്പ് പ്രസിഡന്റ് എന്നൊക്കെ ആയിരുന്നു ചില ആളുകൾ കളിയാക്കലോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് പറ്റി? കൃത്യമായ റീഡിംഗ് ആയിരുന്നു അല്ലേ? 30ഓളം അസംബ്ലി മണ്ഡലങ്ങൾ കാണിച്ചു കൊടുത്തു. ഇവിടെ A+ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് 30 കാണിച്ചു കൊടുത്ത് 3 വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം അടക്കം 3 പേര് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പദ്ധതി വീണ്ടും വന്നു. ഈ പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ആശയമായിരുന്നു ഇത്. അതായത് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് അടക്കം കേരളത്തിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം അദ്ദേഹം മത്സരിച്ച് ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം നിൽക്കുന്നുണ്ട്. തൊഴിൽ സാധ്യത വളരെയേറെ കിട്ടാവുന്ന, സാങ്കേതിക രംഗത്തെ മികവുകൊണ്ട് തൊഴിൽ സാധ്യത വളരെ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് വിഴിഞ്ഞം ബോട്ടിന്റെ 2nd and 3rd. ഇപ്പോഴത്തെ ലോജിസ്റ്റിക്സിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്തിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ 2nd and 3rd സ്റ്റേജുകളിൽ വലിയ വികസന പദ്ധതികളാണ് വരുന്നത്. അതൊരു സാധ്യതയാണ്. അതുപോലെ VSSC തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയ സാധ്യതയുണ്ട്. ടെക്നോ പാർക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തൊഴിൽ നൈപുണ്യം വളരെയേറെ സ്വാധീനിക്കാവുന്നതും ഒരുപാട് വിദേശ ഇൻവെസ്റ്റ്മെന്റ് വരാവുന്നതുമായ സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കുട്ടികളാണ് അല്ലെ, ധാരാളം കുട്ടികളോട് ചേക്കേറിയിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ നമുക്കറിയാവുന്ന ഒരു IT കമ്പനികളിലൊക്കെ ധാരാളം പേര് ജോലി ചെയ്യുന്നുമുണ്ട്. നല്ല ഒരു മനുഷ്യ തലച്ചോറിന്റെ ഏറ്റവും ശക്തമായ ഉപയോഗം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ അത് കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല്
വിദേശ സർവകലാശാല നിങ്ങളാരും വിദേശത്ത് പോകണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രസ്താവന വന്നത് കണ്ടില്ല. എന്തിനാണ് വിദേശത്ത് പോകുന്നത്? ഇപ്പൊ അമേരിക്കയിലോ ബ്രിട്ടനിലോ ജർമ്മനിയിലോ കൊടുക്കാവുന്ന വിദ്യാഭ്യാസങ്ങള് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് കേരളത്തിൽ തരാം. അത്തരം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ കേരളത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. അതാണ് ഈ വലിയ ടൗൺഷിപ്പ് കൊണ്ട് ഇവർ വിഭാവനം ചെയ്യുന്നത്. വലിയ വ്യത്യാസം വരും. പക്ഷെ ഇതിനകത്തിന് ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. എനിക്ക് തോന്നുന്നത് ശ്രീ വി ഡി സതീശന്റെ കഴിഞ്ഞ ബജറ്റിനകത്ത് ചില സൂചനകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. വിദേശ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ അത് നേരത്തെ തന്നെ ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള ചില ഓഫ് ക്യാമ്പസുകളൊക്കെ ബാംഗ്ലൂരിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ പിന്നെ ഹൈദരാബാദ് സിലിക്കൺ വാലിയുമായിട്ട് ബന്ധപ്പെട്ട IT മേഖലകളിലൊക്കെ ചില ഓഫ് ക്യാമ്പസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതല്ല, കേരളത്തിൽ തന്നെ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഈ പിന്നെ സ്ഥാപനം പിന്നെ ടൗൺഷിപ്പ് വന്നു കഴിഞ്ഞാല് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BSSCയോ അല്ലെങ്കിൽ വിഴിഞ്ഞമോ അല്ലെങ്കിൽ പിന്നെ ടെക്നോ പാർക്കോ നിൽക്കുന്നിടത്തോളം കാലം വലിയ തൊഴിൽ സാധ്യത ഇവിടെ ഉണ്ടാകും. അത്തരം കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോടുകൂടി BJP ചെയ്തതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് അത്തരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള കാലത്ത് നമ്മൾ പറയുന്നത് സാധാ പൊളിറ്റിക്സ് മാറിയിരിക്കുകയാണ്. സാധാ പൊളിറ്റിക്സിൽ നമ്മൾ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അല്ലെങ്കിൽ പിന്നെ അവന്റെ കുറ്റം പറഞ്ഞ് ഇയാളുടെ കുറ്റം പറഞ്ഞെന്നുള്ള ആ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ CIT പോലും കഴിഞ്ഞ ദിവസം എന്താ പ്രസ്താവന വന്നത്? തൊഴിൽ സംസ്കാരം തന്നെ അവർ മാറ്റുകയാണെന്നാണ് പറഞ്ഞത്. പഴയ പോലെ പണിമുടക്ക്, പിടിച്ചുപറി, അത്തരം കാര്യങ്ങള് അല്ലെ ബസ്സിന് കല്ലെറിയുക, അതൊക്കെ പോയി. ബസ്സിനെ കല്ലെറിയുക, ഇലക്ട്രിസിറ്റി ലൈനുകളൊക്കെ പൊട്ടിക്കുക എന്നൊക്കെയുള്ള കൾച്ചർ മാറിയല്ലോ. എന്ന് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്തും സമൂലമായൊരു പരിഷ്കരണം വരാൻ പോവുകയാണ്. പഴയ പോലെ 10ാം ക്ലാസ്, അത് കഴിഞ്ഞിട്ട് +2, അത് കഴിഞ്ഞ് ഡിഗ്രി, ഏതെങ്കിലും ആർക്കും പ്രയോജനമില്ലാത്ത കുറെ ഡിഗ്രി കോഴ്സുകൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെടുക്കാനാണ് കേരളത്തിൽ? അതാണ് ഇതിനകത്ത് കേരളത്തിലെ മൂല്യശോഷണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായൊരു മൂല്യശോഷണം സംഭവിച്ചതിന്റെ കാര്യം ഇത് തന്നെയാണ്. ആരും പഠിക്കാനില്ല. പ്രധാനപ്പെട്ട മേജർ കോളേജുകളൊക്കെ അടച്ചുപൂട്ടുകയാണ്. അപ്പൊ അതിനൊരു മാറ്റം വരണം. സംസ്കാരത്തിൽ, തൊഴിൽ സംസ്കാരത്തിൽ മാറ്റം വരണം. ആ മാറ്റമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളെ സെലക്ട് ചെയ്ത കാര്യത്തിൽ ശരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വലിയ അധ്വാനമുണ്ട് കേട്ടോ. കേരളത്തിനകത്തിലേക്ക് ഈ ഒരു ക്യാമ്പസ് കൊണ്ടുവരുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ വളരെ അധ്വാനമുണ്ട്. ആ കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അദ്ദേഹം അന്ന് തൊട്ട്, അതായത് 2 വർഷമായിട്ട് നിരന്തരം ഇതിന്റെ പുറകിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പദ്ധതി വന്നതിന് ശേഷം, അവർ ആലോചനയിലേക്ക് വന്നതിന് ശേഷം നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വലിയ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്കൊന്നും പറഞ്ഞല്ലോ ഒരു ഭാവിയെ സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടാകേണ്ടി വരുന്നത്. കാരണം തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തൊഴിൽ സൗകര്യങ്ങളും കേരളത്തിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ മാറ്റത്തിന് ഉണ്ടാകും. അത് അതാണ് നേരത്തെ പറഞ്ഞത്, BJPയുടെ റഡാറിലേക്ക് അവരെ കേരളത്തിനെ 2031 കുറിച്ച് അവർ പറയുന്നത് അതുകൊണ്ടാണ്. 2031 അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഈ മനോഭാവത്തെ, ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വരാൻ പോകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത്. 2031 BJPയുടേതായിരിക്കും എന്ന് BJP നേതാവ്, പ്രത്യേകിച്ച് ചില നേതാക്കന്മാരെ അവകാശപ്പെടുന്നതിന്, രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ആളുകൾ പറയുന്നതിന്റെ കാര്യം അതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് 3 ആണെങ്കിൽ 2031 ചിലപ്പോൾ 33 ആവും എന്നൊക്കെ അവർ പറയുന്നതിന്റെ കാര്യം അത് തന്നെയാണ്. അപ്പൊ അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷന് ഭരണം കിട്ടിയില്ലേ അവർക്ക്? അപ്പൊ അതിന്റെ കൂടെ അന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേട്ടോ, കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്ത സമയത്ത് പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്ത് ഒന്ന് പറഞ്ഞിരുന്നു. ഈ അടുത്ത സമയത്ത് മേയർ രാജേഷ് ഡൽഹിയിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹവും ഇത്തരത്തിലുള്ള ചില തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച ചില വിപുലമായ പദ്ധതികളുടെ ആലോചനയുണ്ട്. ഇതിപ്പോ ഒന്നാമത്തേതാണ്. വേറെ എന്തോ ഒരു വലിയ പദ്ധതി തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു വലിയ പദ്ധതിയാണിത്. വിദ്യാഭ്യാസ രംഗത്തൊരു സമൂല പരിഷ്കരണം, ഇൻവെസ്റ്റ്മെന്റ്, തൊഴിൽ നൈപുണ്യം, ഇതിന്റെയൊക്കെ ഒരു വലിയ ഹബ്ബായിട്ട് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമാക്കി തരേണ്ട കാര്യങ്ങളില്ലല്ലോ. അതായിട്ട് തിരുവനന്തപുരം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്ന് വരുന്നു. ഇതൊരു ആശങ്കയും കൂടി പങ്കുവെക്കാനുണ്ട്, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം വിദേശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരുടെ എണ്ണമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു സർവകലാശാല വന്നാൽ തന്നെയും ഈ പറയുന്ന രീതിയിലുള്ളൊരു പദ്ധതി വന്നാൽ തന്നെയും പഠന ആവശ്യത്തിനുള്ള സൗകര്യമുണ്ടായി. പക്ഷേ അങ്ങനെ വരുന്നവർക്ക് തൊഴിൽ സാധ്യത എന്ത് എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി സർ.